നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തയ്യാറാക്കിയത് രോഹിണി തിരുനാൾ, അവതരിപ്പിക്കുന്നത് ഷഹീൻ എസ്. നന്ദി എന്നൊരു താങ്ക് യു. നന്ദി വേണോ പണം വേണോ എന്ന ചോദ്യത്തിന് പണം എന്ന് ഉത്തരം പറയുന്നവരെ പറ്റി കഥകളുണ്ടായിരുന്നു പണ്ട്. നന്ദി കൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചിരുന്നവരുടെ കാലമായിരുന്നു അത്. സ്റ്റോപ്പില്ലാത്തിടത്തും സൗമനസ്യപൂർവ്വം ബസ് നിർത്താൻ മണിയടിച്ച് സഹായിക്കുന്ന കണ്ടക്ടറോട്, കാൽ വഴുതി വീഴാൻ പോകുമ്പോൾ പെട്ടെന്നൊരു കൈത്താങ്ങ നൽകുന്ന അപരിചിതനോട്, നമുക്ക് വേണ്ടി വാതിൽ തുറന്ന് പിടിക്കുന്നയാളോട് വളരെ നന്ദി എന്ന് നാം പറയാറുണ്ടോ? എപ്പോഴെങ്കിലും പറയാതിരുന്നിട്ടുണ്ടോ? ഒരു പക്ഷേ 50 വർഷം മുൻപ് താങ്ക് യു എന്ന ഇംഗ്ലീഷ് നന്ദി കേരളത്തിൽ ഇന്നത്തെ അത്ര പ്രചാരത്തിലില്ല. നമ്മുടെ പുതിയ തലമുറയുടെ കൈവശം താങ്ക് യു എന്ന നന്ദി വാക്കുണ്ട്. അവർ അത് കൂടെ കൂടെ പറയുന്നുമുണ്ട്. ലാപ്ടോപ്പിൻ്റെ പ്രശ്നം ഒരു വിരൽ സ്പർശം കൊണ്ട് പരിഹരിക്കുന്ന സഹപ്രവർത്തകയോട് അല്ലെങ്കിൽ സഹപ്രവർത്തകനോട്, സഞ്ചാരത്തിനൊരുങ്ങുന്ന ലിഫ്റ്റ് ഓടിയെത്തുന്ന സുഹൃത്തിനായി പിടിച്ചു നിർത്തുന്നവരോട്, കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വീണുപോയ പുസ്തകം കുനിഞ്ഞെടുത്ത് നൽകുന്നവരോട് താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്നവരുടെ തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. നന്ദി വാക്ക് വളരെ സ്വാഭാവികമായ ഒരു ജീവിതചര്യയായി പുതുതലമുറ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു നുള്ളു നന്ദി അത് കിട്ടുന്നയാളുടെ മാത്രമല്ല പറയുന്നയാളിൻ്റെയും മനസ്സ് നിറയ്ക്കുന്നു. ഇരുവർക്കും ആ നിമിഷം പ്രകാശമാനമായി തീരുന്നു. ഒരു ദിവസം ഒന്നിലേറെ തവണ നന്ദി പറയാനും സ്വീകരിക്കാനും അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റ് ചില ജീവിതങ്ങളുമായി ഒരു പൊന്നൂലുകൊണ്ട് കൂട്ടിക്കെട്ടിയതായി നമുക്ക് തോന്നുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കും വ്യഗ്രതകൾക്കുമിടയിൽ ഒരു തുള്ളി നന്മ, ഒരു തുള്ളി സൗഹൃദം, സഹജീവിയോടൊരു ബന്ധം സ്ഥാപിക്കൽ, അതാണ് ഒരു കൊച്ചു നന്ദി വാക്കിൻ്റെ ശക്തി. നന്ദി എന്ന ഒറ്റ വാക്കിനെ കൂടുതൽ മനുഷ്യപ്പറ്റുള്ള നന്ദിയാക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ ശോഭയുള്ളതാകുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ആ പുസ്തകം ഓർത്തുകൊണ്ട് വന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ അതിന് വെറും നന്ദിയേക്കാൾ കൂടുതൽ മൂല്യം കൈവരുന്നു. നമുക്ക് വേണ്ടി ഒരാൾ വിശേഷാൽ ചെയ്ത കാര്യത്തിനുള്ള കൃതജ്ഞതയായി തീരുന്നു അത്. പ്ലീസ്, താങ്ക് യു പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ ബ്രിട്ടീഷുകാരാണ് മുൻപിൽ എന്നൊരു നിഗമനം താങ്ക് യുവിലെ താങ്ക് എന്ന പദം വന്നത് ടോൺ ഗരെ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ്. ചിന്തിക്കുക എന്നർത്ഥമുള്ള വാക്കാണത്. ചെയ്തു തന്ന ഉപകാരത്തെപ്പറ്റി ചിന്തിക്കുന്നു, അത് ഞാൻ ഓർത്തു വയ്ക്കുന്നു എന്ന അർത്ഥം ക്രമേണ ആ പദത്തിൽ വന്നു ചേരുകയായിരുന്നു. അമേരിക്കൻ കവിയും നോവലിസ്റ്റുമായ ആലീസ് വാക്കർ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: താങ്ക് യു എന്നതാണ് ഒരാൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രാർത്ഥന. ഞാനത് ഒരുപാട് തവണ ചൊല്ലാറുണ്ട്. അതിൽ എളിമയും കടപ്പാടും വലിയ തിരിച്ചറിവുമുണ്ട്. സാഹിത്യത്തിനുള്ള പുലിറ്റ്സർ സമ്മാനം ആദ്യമായി നേടിയ ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരിയാണ് ആലീസ് വോക്കർ. ദി കളർ പർപ്പിൾ എന്ന നോവലിനായിരുന്നു പുരസ്കാരം. ഇപ്പോൾ പ്രായം 81. ഈ കുറിപ്പ് ക്ഷമയോടെ വായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം ഇന്നത്തെ ചിന്താവിഷയവുമായി.